പ്രിയമുള്ളവരെ, നമ്മുടെ രണ്ടാം ശനിയാഴ്ച ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചതല്ല, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആളില്ലാഞ്ഞതുകൊണ്ട് ഇന്ന് നടത്തണോ വേണ്ടയോ എന്നുള്ളത് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അവിടെ നമ്മുടെ കപ്പേരച്ചാൻ പറഞ്ഞു, അച്ഛാ നിർത്തണ്ട, അതങ്ങ് നടക്കട്ടെ. മനസ്സിലായോ? അതായത് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവന് എൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയുകയില്ല. അത് കഴിഞ്ഞെന്താ പറയുന്നത് ഈശോ? അതിൻ്റെ തൊട്ടടുത്ത വാക്യം എന്താ പറയുന്നത്? നല്ലൊരു വാഗ്ദാനമാണ്. തൊട്ടടുത്ത വാക്യം ഈശോ പറയുന്നതാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. അത് എൻ്റെ മക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പിതാവായ ദൈവം ആകർഷിച്ചത് കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായി? പിതാവായ ദൈവം ആകർഷിച്ചു. ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇതങ്ങ് ഇന്ന് ധ്യാനം വേണ്ട നമുക്ക്, കാരണം ആൾ കുറവാണ്. അപ്പോഴാ അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞേ. മനസ്സിലായോ? നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഇതങ്ങ് നിൽക്കും, പിന്നെ തുടങ്ങാനായിട്ട് പ്രയാസമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് ആളൊന്നും വേണ്ട. വചനം പറയുന്നുണ്ടല്ലോ, ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട, അല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ശുശ്രൂഷ ആയിരിക്കുമ്പോൾ നമ്മൾ വലിയ ആളോ ഒന്നും വേണമെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ ഈ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാം. എൻ്റെ ജീവിതത്തിൽ എന്നെ സംരക്ഷിക്കുന്ന ഒരു പ്രാർത്ഥന. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും സ്കൂളിലേക്ക് നടന്നു പോകുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ചൊല്ലിയാൽ നല്ലത്. എന്നെ ഒരുപാട് ബലപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ്. വലിയ പ്രാർത്ഥന, ചെറിയൊരു പ്രാർത്ഥന. നമുക്കറിയാം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഇത് പരിശുദ്ധ തൃത്വത്തെ ഓർമ്മിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഓരോ പ്രാർത്ഥനയും അവസാനിക്കുന്നത് എങ്ങനെ അവസാനിക്കുന്നത്? ഏത് പ്രാർത്ഥനയും അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും. അതായത് പരിശുദ്ധ തൃത്വത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ, കുർബാനയിലെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നത്. എൻ്റെ മക്കളെ, പരിശുദ്ധ തൃത്വം ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ക്രിസ്ത്യാനിക്ക് ഉണ്ടാകരുത്. നമ്മുടെ ജീവിതം തൃത്വത്തോട് കൂടെ ആയിരിക്കണം. മനസ്സിലായോ? നമ്മുടെ ജീവിതം തൃത്വത്തോട് കൂടെ ആയിരിക്കണം. നമ്മൾ ഭവനകൂദാശയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഭവനകൂദാശയിൽ വൈദികൻ ജലം ആശീർവദിക്കുമ്പോൾ എങ്ങനെയാണ് ചൊല്ലുന്നത്? സുറിയാനിയാണ്, അല്ലേ? ബഷ്മോദാബോ ഉദാബ്രോ വറൂഹോ ഹായോ കാദിശോ. ആബോ എന്ന് പറഞ്ഞാൽ എന്താ? സുറിയാനി. പിതാവ്, ദൈവം. പിന്നെ ബ്രോ എന്ന് പറഞ്ഞാൽ മറ്റേ ബ്രോ അല്ല, ബ്രോ ഹായ്, അതല്ല. പുത്രൻ, ഈശോ. റൂഹോ ഹായോ കാദിശോ, റൂഹ, പരിശുദ്ധാൽ റൂഹ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ജലം, അല്ലേ, ഭവനം വെഞ്ചരിക്കാനുള്ള ജലം ആശീർവദിക്കുന്നത് തൃത്വത്തിൻ്റെ നാമത്തിലാണ്. മാമോദീസ, നമ്മളൊക്കെ മാമോദീസ സ്വീകരിച്ചത് എന്ത് നാമത്തിലാണ്? തൃത്വത്തിൻ്റെ നാമത്തിലാണ് മാമോദീസ സ്വീകരിച്ചത്. മാമോദീസയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇല്ലേ? മാമോദീസ നമ്മൾ കൊടുക്കുമ്പോൾ തൃത്വനാമത്തിൽ കൊടുക്കാത്ത മാമോദീസ അത് മാമോദീസ അല്ല, അത് ഇൻവാലിഡാണ്. തൃത്വനാമത്തിലാണ് മാമോദീസ കൊടുക്കുന്നത്. അപ്പോൾ അതാ പറയുന്നത്, നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ പ്രാർത്ഥന മുഴുവൻ എൻ്റെ മക്കളെ തൃത്വത്തിൽ അടങ്ങിയിരിക്കുന്നതാകണം. ഹല്ലേലൂയ. അപ്പോൾ എന്നെ ബലപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ, പറ്റുന്ന സമയം, എപ്പോഴും ഇല്ല, ഞാൻ ഉള്ളത് തുറന്ന് എപ്പോഴും ഇല്ലെങ്കിൽ പോലും എൻ്റെ പ്രിയമുള്ളവരെ, പലപ്പോഴും ഒരു ദൂരയാത്രയാണ് പോകുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും കൊന്ത ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. കൊന്ത ഇങ്ങനെ ചൊല്ലിക്കൊണ്ടുപോകും. ഞാൻ എൻ്റെ വണ്ടിയുടെ മൊബൈൽ സ്റ്റാൻഡിൽ, ബൈക്കിൻ്റെ മൊബൈൽ ഹോൾഡറുണ്ട്, അതിൽ മൊബൈൽ വെച്ചിട്ട് ജപമാലയിടും. ഇപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെന്ന് ഞാൻ അടിച്ചു കൊടുക്കും.
അപ്പോൾ ആ ജപമാല കിട്ടും. ആ ജപമാല പ്ലേ ചെയ്യും. എന്നിട്ട് അതിൻ്റെ കൂടെ ഞാനും ചൊല്ലിക്കൊണ്ടുപോകും. എന്നിട്ട് ഓരോ ജപമാലയുടെ രഹസ്യങ്ങൾ കഴിയുമ്പോൾ ഞാൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എനിക്ക് കൂട്ടായിരിക്കണമേ. ഇതൊരു 10 പ്രാവശ്യം ഞാൻ ചൊല്ലും. ഇത് എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഷെയർ ചെയ്താണ് എനിക്ക് തെമ്മലിലുണ്ടായ ആ ഒരു അപകടം. അത് അപകടം ആയില്ലെങ്കിൽ പോലും ആ ഒരു അപകടത്തെ ഞാൻ ഫേസ് ചെയ്തപ്പോൾ ഞാനിത് ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്: പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എനിക്ക് കൂട്ടായിരിക്കണമേ. ഇത് ചൊല്ലിക്കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും റോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. പിന്നീട് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കറിയാം ആ ഒരു സൈഡിൽ ഭിത്തിയിൽ കുറേ ഈ ചെടികളുടെ വള്ളിയും കമ്പുകളും ഇതെല്ലാം എൻ്റെ ദേഹത്ത് അടിക്കുക. മനസ്സിലായോ? ഈ ഭിത്തി, ഈ കയ്യാലപ്പുറത്തുള്ള കുറേ വള്ളിച്ചെടികൾ, അതേപോലെ പൂഴിമണ്ണ്, ഇതെല്ലാം എൻ്റെ ഇതെല്ലാം എൻ്റെ ദേഹത്ത് അടിക്കുന്നുണ്ട്. പക്ഷേ അവസാനം ഈ വണ്ടി നിന്നത് ഒരു പാറയിൽ, അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ആ പാറയിൽ ഇടിച്ച് ആ പാറയുടെ മുകളിൽ വണ്ടി കയറി നിൽക്കുക ചെയ്തത്. അതാ പറയുന്നത്. അതിൻ്റെ മക്കളെ, എന്നെ ബലപ്പെടുത്തി എന്നെ സംരക്ഷിച്ച ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നമുക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലാം. നമ്മളെ ഈ പരിശുദ്ധ തൃത്വം ബലപ്പെടുത്തട്ടെ. പരിശുദ്ധ തൃത്വം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ പരിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന, എന്നെ ബലപ്പെടുത്തുന്ന ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, സഹായകനായ പരിശുദ്ധ റൂഹായേ, എനിക്ക് കൂട്ടായിരിക്കണമേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എനിക്ക് കൂട്ടായിരിക്കണമേ. നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, സഹായകനായ പരിശുദ്ധ റൂഹായേ, എനിക്ക് കൂട്ടായിരിക്കണമേ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കും എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് കൂട്ടായിരിക്കണേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കൂട്ടായിരിക്കണമേ. മനസ്സിലായോ? എൻ്റെ രോഗസൗഖ്യത്തിന് കൂട്ടായിരിക്കണമേ. തൃത്വമേ, പരിശുദ്ധ തൃത്വമേ, എനിക്ക് ഇന്ന തകർച്ചയുണ്ട്, എൻ്റെ തകർച്ചയിൽ നീ എനിക്ക് കൂട്ടായിരിക്കണം. അത് നിങ്ങളുടെ ജീവിത നിയോഗം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സന്തോഷം കണ്ടെത്തണം, ഒരു ആനന്ദം കണ്ടെത്തണം. നമ്മുടെ ധ്യാന വിഷയം അതാ. നിൻ്റെ ആനന്ദം കർത്താവിലായിരിക്കണം. മനസ്സിലായി? ഇങ്ങനെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഞാൻ ഈ യൂട്യൂബിൽ ജപമാല ഇടുന്നതിൻ്റെ കാരണം, ഞാൻ അല്ലാതെ ചൊല്ലിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുക, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രദ്ധ പോകും. അപ്പോൾ ഇതാകുമ്പോൾ ഉണ്ടല്ലോ, ഇതെപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കൂടെ ഞാൻ ചൊല്ലും. മനസ്സിലായോ? ഇനി അഥവാ എൻ്റെ ശ്രദ്ധ പോയാലും പ്രാർത്ഥന എവിടെ? എൻ്റെ ചെവിയിൽ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞേ. മനസ്സിലായോ? എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ ബലപ്പെടുത്തി എന്നെ സംരക്ഷിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകണം. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലി. പിന്നെ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ പറയുന്നത്, ഞാൻ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് പോകത്തില്ല. അത് ഞാൻ പറയാം. നിങ്ങൾ കേട്ടിട്ട് അയ്യോ ഞാൻ വലിയ വിശുദ്ധനാണില്ല, ഞാൻ ചില സമയത്ത് സിനിമ പാട്ടും പാടിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. ഉള്ള പറയാമല്ലോ. പക്ഷെ കൂടുതൽ സമയം ദൂരയാത്ര പോകുമ്പോൾ കൂടുതലും ഇങ്ങനെ കൊന്ത ചൊല്ലിയൊക്കെയാണ് പോകുന്നത്. കൊന്ത ചൊല്ലി പ്രസംഗം കേട്ടും ഇങ്ങനെ ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടുമൊക്കെ ഞാൻ പോകുന്നത്. എൻ്റെ പറയുള്ളവരെ, അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. ലൂക്ക 1:47 ഒന്ന് എടുക്കാമോ? ലൂക്ക 1:47 ബൈബിളുണ്ടോ? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാം തിരുവചനം. അവിടെ പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ മറിയം സന്തോഷത്താൽ നിന്നുകൊണ്ട് മറിയം സ്തുതിക്കുന്നതാണ്, കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ഭാഗമാണ്. ഒന്ന് വായിക്കാമോ? ലൂക്ക 1:47. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കണ്ടോ, അമ്മയുടെ സന്തോഷമാണ്. പരിശുദ്ധ മറിയം ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു സ്ത്രീയാണ്.
പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ സഭയുടെ ശീമോ പ്രാർത്ഥനയിലുണ്ട്. ശീമോ പ്രാർത്ഥനയിൽ ഇങ്ങനെ എഴുതിയത്, മാതാപിതാക്കൾ ചെറുപ്പത്തിലെ മരിച്ചുപോയ ഈ മറിയത്തെ പുരോഹിതന്മാരാണ് എടുത്തു വളർത്തിയത് എന്ന് ശീമോ പ്രാർത്ഥനയിലുമുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ ചെറുപ്പകാലത്തെ തന്നെ മാതാപിതാക്കൾ മരിച്ചു. പിന്നീട് മറിയത്തെ വളർത്തിയത് പുരോഹിതന്മാരാണ്, ദേവാലയത്തിലാണ് ഈ മറിയം വളർന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മറിയത്തിൻ്റെ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയോട് ചേർന്നുള്ളൊരു ജീവിതമാണ്, പ്രാർത്ഥന നിറഞ്ഞ ഒരു ജീവിതമാണ്, ദൈവവുമായിട്ടൊരു അടുപ്പം ഉണ്ടായിരുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ പ്രാർത്ഥനയിൽ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിൽ ദൈവത്തിൻ്റെ ശക്തി വന്നപ്പോൾ മറിയം സന്തോഷത്താൽ നിറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ മറിയം പറയുക, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ സന്തോഷം എവിടെയാണ്? നമ്മുടെ സന്തോഷം എവിടെയാണ്? കർത്താവിലാണോ അതോ മറ്റെവിടെയെങ്കിലും ആണോ നമ്മുടെ സന്തോഷം? മനസ്സിലായോ? വിശ്രമത്തിലാണോ അധ്വാനത്തിലാണോ എൻ്റെ സന്തോഷം? ഉപവാസത്തിലാണോ അതോ ഭക്ഷണത്തിലാണോ എൻ്റെ സന്തോഷം? പ്രാർത്ഥനയിലാണോ അതോ എൻ്റെതായ ചില ജീവിത വ്യഗ്രതയിലാണോ എൻ്റെ സന്തോഷം? ഏതിലാണ് എൻ്റെ സന്തോഷം? ഞാൻ അതാണ് ചിന്തിക്കേണ്ടത്. യേശുവിലാണോ അതോ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്കാണോ ഞാൻ സന്തോഷിക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, പ്രാർത്ഥിച്ച് ദൈവത്തിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ഓരോ ക്രിസ്ത്യാനിയും ഞാനും നിങ്ങളും തയ്യാറെടുക്കണം. അങ്ങനെ ദൈവത്തിലുള്ള സന്തോഷത്തിലാണ് ഞാനും നിങ്ങളും വളരേണ്ടത്, ജീവിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തിലുള്ള സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. സ്വർഗത്തിൽ നമുക്കറിയാം, സ്വർഗത്തിൽ ദൂതന്മാർ തമ്പുരാനെ എന്ത് ചെയ്യുക? സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. അവർക്ക് വേറെ ഒരു ചിന്തയില്ലെന്നേ. അവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. മനസ്സിലായി? അങ്ങനെ സ്തുതിക്കുമ്പോൾ ആ സ്വർഗം മുഴുവൻ സന്തോഷം കൊണ്ട് നിറയുകയാണ്. മനസ്സിലായി? എൻ്റെ ഭവനത്തിലും ഞാൻ ദൈവത്തോടുള്ള സ്തുതി നിറയ്ക്കുമ്പോഴാണ് എൻ്റെ ഭവനത്തിലും ഒരു സന്തോഷം ഉണ്ടാകുന്നത്. എൻ്റെ ഭവനത്തിൽ ഞാൻ കുറ്റം പറച്ചിലും അല്ലെങ്കിൽ എപ്പോഴും സിനിമ കാണണമെന്ന് ഒരിക്കലും പറയത്തില്ല. സിനിമ കാണണം, നല്ല സിനിമകൾ കാണണം. പക്ഷേ എപ്പോഴും ഞാൻ സിനിമയെ കാണുള്ളൂ, എപ്പോഴും ഞാൻ സീരിയലേ കാണുകയുള്ളൂ, എപ്പോഴും ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുള്ളൂ, സഭയെ പറ്റിയുള്ള കുറ്റം പറയുക, അയൽക്കാരെ പറ്റിയുള്ള കുറ്റം പറയുക, എപ്പോഴും ഞാൻ അതാ ചെയ്യുന്നത്, എപ്പോഴും ഞാൻ പരാതിയാണ് പറയുന്നത്, എപ്പോഴും 24/7 പരാതിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ഭവനത്തിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ സമാധാനം സന്തോഷവും അല്ല മക്കളെ, അസമാധാനമാണ് ഉണ്ടാകുന്നത്. പിശാചാണ് വരുന്നത്, അസമാധാനമാണ് ഉണ്ടാകുന്നത്. എന്നാൽ എപ്പോഴും പ്രാർത്ഥനയോടെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, എൻ്റെ ജീവിതം, എൻ്റെ ഭവനം പ്രാർത്ഥന കൊണ്ടാണ് നിറയുന്നെങ്കിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ മക്കളെ എപ്പോഴും ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷം ഉണ്ടാകും. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയുടെ അനാഫോറ പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? വിശുദ്ധ കുർബാനയുടെ അനാഫോറ ആരംഭിക്കുന്നത് എങ്ങനെ? എന്ത് പ്രാർത്ഥന പറഞ്ഞുകൊണ്ടാ? സമാധാനം തരണമെന്ന് പറഞ്ഞുകൊണ്ടാ. കർത്താവേ, നിൻ്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ. മനസ്സിലായോ? അപ്പോൾ കുർബാനയിൽ സമാധാനം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അനാഫോറ ആരംഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് പരസ്പരം അന്യോന്യം സമാധാനം കൊടുക്കുക, ഇല്ലേ? അന്യോന്യം സമാധാനം കൊടുക്കുക. ഇനി പരസ്പരം സമാധാനം കൊടുത്തിട്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനം ഇല്ലെങ്കിലോ? മനസ്സിലായോ? അപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം, ക്രിസ്തുവുമായിട്ടുള്ളൊരു പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം, വിശുദ്ധിയിൽ ജീവിക്കാനുള്ളൊരു ആഗ്രഹം, ഇത് എൻ്റെ ജീവിതത്തിൽ എപ്പോൾ സംഭവിക്കുന്നോ അപ്പോൾ എന്നിൽ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. സ്വർഗത്തിലെ മാലാഖമാർ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്തുതിക്കുക. അവിടെ എപ്പോഴും സമാധാനമാണ്. ആ ഒരു സമാധാനം നമുക്കുണ്ടാകണം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ സമാധാനവും നിന്റെ സന്തോഷവും ഇപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരണമേ കർത്താവേ. വിശുദ്ധ കുർബാനയിലൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന സമാധാനം, വിശുദ്ധ കുർബാനയിലൂടെ ജീവിക്കുന്ന നിന്റെ വലിയ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിലുള്ള നിന്റെ വലിയ ശക്തി, പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മ
ഇപ്പോൾ ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, ഞങ്ങളെ അഭിഷേകം നൽകട്ടെ, ഞങ്ങളെ സഹായിക്കട്ടെ, ഞങ്ങളെ സംരക്ഷിക്കട്ടെ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയേ, ഈശോയേ, യേശുവേ, യേശുവേ, യേശു എന്ന നാമം. അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. ഇതാ സർവ്വലോകത്തിനും ലഭിക്കാനുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നെന്തെന്നാൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ, ദാവീദിന്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി പിറന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സമാധാനം ഞങ്ങളെ നയിക്കട്ടെ കർത്താവേ. ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. ഈ ലോകത്തിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് വേണ്ട, ലോകം നൽകുന്ന ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഒരിക്കലും നശിക്കാത്ത, ഒരു കള്ളന് മോഷ്ടിക്കാൻ കഴിയാത്ത, ചെതലെടുക്കാത്ത, തുരുമ്പിക്കാത്ത ഒരു നിൻ്റെ വലിയ സമാധാനം, നിൻ്റെ വലിയ സംരക്ഷണം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. യോഹന്നാൻ 14:27 വചനം പറയുന്നുണ്ടല്ലോ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല. ആകയാൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. കർത്താവേ, നിൻ്റെ സമാധാനം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, നിൻ്റെ സമാധാനം ഞങ്ങളത് ഭയമെടുത്ത് മാറ്റട്ടെ. ശക്തിയോടും ധൈര്യത്തോടും ധീരതയോടും കൂടെ ജീവിക്കുവാൻ കർത്താവേ നിൻ്റെ സമാധാനം ഞങ്ങളെ സഹായിക്കട്ടെ. നിയമാവർത്തനം 31:3, നിയമാവർത്തനം 31:23 വചനം, ജോഷുവ 1:6, 1:7, 1:9 വചനം കർത്താവേ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ശക്തനും ധീരനുമായിരിക്കുക എന്ന നിൻ്റെ വചനം കർത്താവേ ഞങ്ങളെ ബലപ്പെടുത്തട്ടെ. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നീ ഓർമ്മിക്കുന്നില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. സങ്കീർത്തനം 121:1 മുതലുള്ള വാക്യങ്ങൾ, പർവ്വതത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ദൈവത്തിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന്. അവൻ നിന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. ഇസ്രായേലിന്റെ കാവൽക്കാരൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് നിനക്ക് തണലേകാൻ കർത്താവ് നിന്റെ വലതുഭാഗത്ത് ഉണ്ട്. നിനക്ക് തണലേകാൻ കർത്താവ് നിന്റെ വലതുഭാഗത്ത് ഉണ്ട്. സങ്കീർത്തനം 46:1-2 വചനങ്ങൾ, ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് എനിക്ക് സുനിശ്ചിതമായ തുണയാണ്. ആകയാൽ ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ, രോഗത്തെ ഭയപ്പെടുത്താത്ത ഒരു സമാധാനം, പ്രയാസത്തെ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളെ ഭയപ്പെടുത്താത്ത ഒരു സമാധാനം കർത്താവേ നിൻ്റെ ഈ ജനത്തിന് കൊടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ സമാധാനം വർദ്ധിപ്പിക്കണമേ. മദ്യം, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഉപയോഗങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളിലേക്കും നിൻ്റെ സമാധാനം അയക്കണമേ. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളിൽ നിൻ്റെ സമാധാനം അയക്കണമേ. പ്രാർത്ഥിക്കുന്ന നിൻ്റെ മക്കളിലേക്ക് നിൻ്റെ സമാധാനം അയക്കണമേ. കർത്താവേ, നിൻ്റെ സമാധാനവും സന്തോഷവും നിറഞ്ഞ് നിൻ്റെ ആനന്ദത്തിലായിരിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമുക്കിരിക്കാം. പ്രഭാഷകൻ 15:11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് എടുക്കാമോ? പ്രഭാഷകൻ 15:11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നമ്മുടെ
ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന ചില പരാതികൾക്കുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഇത് പറയാൻ പോകുന്നത്. മനസ്സിലായോ? എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി? എന്തുകൊണ്ട് എനിക്കൊരു ആനന്ദം കണ്ടെത്താൻ കഴിയുന്നില്ല? അത് കർത്താവിൽ എനിക്ക് എന്ത് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല? അതിനൊരു ഉത്തരമാണ്. കിട്ടിയോ? വായിക്കാമോ? 11 മുതൽ 17 വരെ. എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത്. എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴി തെറ്റിച്ചത് എന്ന് പറയരുത്. അവിടത്തേക്ക് പാപി ആവശ്യമില്ല. മതി കേട്ടോ. അപ്പോൾ തുടക്കം എങ്ങനെയാ? എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നീ പറയരുത്. എൻ്റെ ഇല്ല, ചിലരൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, ഞാൻ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഇല്ലേ കാതറനെ? ഇല്ലേ? എനിക്ക് ഈ വിഷയം എനിക്ക് ഭയങ്കര പ്രയാസമാണ്. മാത്സ് എനിക്ക് പ്രയാസമാണ്. എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇല്ലേ? അല്ലെ, ഈ പാപത്തിൽ ഞാൻ ജീവിക്കുന്നത്, ഈ മദ്യപാനം എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ മക്കളെ നമ്മൾ പരാതി പറഞ്ഞ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ചില തകർച്ചകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ചിലർ പറയുന്നത് എങ്ങനെയാ? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഇല്ലേ? ചില തകർച്ചയുണ്ടായി. നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു മരണം പെട്ടെന്ന് സംഭവിച്ചു. മരിക്കും, മനുഷ്യൻ ജനിച്ചാൽ മരിക്കും. പക്ഷേ പെട്ടെന്നൊരു മരണം സംഭവിച്ചു. ഉടനെ നമ്മൾ പറയും, ചിലർ പറയും, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അല്ലെ, എൻ്റെ മക്കൾ വഴിവിട്ട ജീവിതം നയിച്ചു, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ വൈദികനായി ഞാൻ പറയാ, എൻ്റെ പൗരോഹിത്യം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അങ്ങോട്ട് ജ്വലിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു ഫലവും കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ദൈവമായിരിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ എന്നെ ഈ വഴിയിലൂടെ കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും ഒരിക്കൽ ദൈവം എന്നെ ഉയർത്തുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നീ പറയരുത്. താൻ വെറുക്കുന്നത് അവിടുന്ന് ചെയ്യുകയില്ല. അവിടുന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത്. അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല. അപ്പൊ കർത്താവല്ല എൻ്റെ വീഴ്ചയ്ക്ക് കാരണം. ഹല്ലേലൂയ. കർത്താവല്ല എൻ്റെ വീഴ്ചയ്ക്ക് കാരണം. പിന്നെ എന്താ? തൊട്ട് താഴത്തെ വാക്യം വായിക്കേ, 13ാമത്തെ വാക്യം. എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു, അവിടുത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ വാക്ക് ശ്രദ്ധിക്കണേ. ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ എന്ത് നൽകി? സ്വാതന്ത്ര്യം നൽകി. അല്ല, മനസ്സിലായോ? സ്വാതന്ത്ര്യം. എന്ത് സ്വാതന്ത്ര്യം നൽകിയെന്ന്? എന്ത് സ്വാതന്ത്ര്യം നൽകിയത്? തൊട്ട് താഴെ വായിക്കേ. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. വിശ്വസ്തതാപൂർവം കണ്ടോ, പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്താ? അതേ ആ വാക്ക് നിങ്ങൾ മറക്കല്ലെന്ന് പറഞ്ഞേ. സ്വാതന്ത്ര്യം എന്താ? മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ കഴിയും. നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താ? നിന്റെ തീരുമാനമാണ് നിന്റെ സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. മനസ്സിലായോ? നിന്റെ മുമ്പിൽ, ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒരു മദ്യക്കുപ്പി ഉണ്ട്. എൻ്റെ മുമ്പിൽ ഒരു മദ്യക്കുപ്പിയുണ്ട്, അതിനിപ്പുറത്ത് ഒരു കുരിശുണ്ടെന്ന് വെച്ചോ. ഒരു കുരിശുണ്ട്. ഏതെടുക്കണമെന്ന് ഉള്ളത് എൻ്റെ സ്വാതന്ത്ര്യം. എൻ്റെ സ്വാതന്ത്ര്യം. മനസ്സിലായോ? രാവിലെ 7 മണിക്ക് ഞായറാഴ്ച പള്ളി വരണം എന്നുള്ളത് ഉണ്ട്. എന്നാൽ രാവിലെ 7 മണിക്ക് കഴുതുരുട്ടി ചന്തയിൽ പോകാനും എനിക്ക് കഴിയും. എങ്ങോട്ട് പോകണമെന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഈ 2ാം ശനിയാഴ്ച ശുശ്രൂഷ ഇല്ലേ? 2ാം ശനിയാഴ്ച ശുശ്രൂഷയ്ക്ക് എനിക്ക് വേണമെങ്കിൽ പള്ളിയിലും പോകാം, വേണമെങ്കിൽ തൊഴിലുറപ്പിനും പോകാം, ഇല്ലേ? പോകാം. എവിടേക്ക് പോകണമെന്നുള്ളത് എൻ്റെ എന്താ? എൻ്റെ സ്വാതന്ത്ര്യമാണ്. എൻ്റെ സ്വാതന്ത്ര്യമാണ്.
എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തുന്ന ഏത് കാര്യത്തിലേക്കും ഞാൻ പോകുമ്പോഴും അവിടെ എന്നിലുള്ള ദൈവിക ആനന്ദം നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ഇത് ഞാനും നിങ്ങൾ എപ്പോഴും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകേണ്ട സാഹചര്യം എനിക്ക് വരുമ്പോൾ അതിലേക്ക് പോകാതെ ഞാൻ എൻ്റെതായ ചില വഴിയിലൂടെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ടാം ശനിയാഴ്ച ശുശ്രൂഷയിൽ നമുക്ക് വചനം കേൾക്കാനും കുർബാനയിൽ സംബന്ധിക്കാനും ദിവ്യകാരുണ്യ ആരാധനയിലായിരിക്കാനും ഒരു അല്പസമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ഒരു സമയവും ഒരു സന്ദർഭവും എനിക്ക് ലഭിക്കുമ്പോൾ അതിലേക്ക് ഞാൻ വരാതെ എൻ്റെതായ ചില വഴിയിലേക്ക് എനിക്ക് പോകാം. അത് സ്വാതന്ത്ര്യമാണ്, പോകാം. പക്ഷേ അതിലേക്ക് ഞാൻ സ്ഥിരം പോയി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണേ, അങ്ങനെ ദൈവത്തിലേക്ക് വരേണ്ട സമയത്തേക്ക് ദൈവത്തിൽ വരാതെ എൻ്റെ ചില വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ, എന്നേക്കുമായി ഞാൻ പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ എൻ്റെ മുമ്പിൽ എന്തുണ്ട്? ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതാണ് വചനം പറയുന്നത്, എൻ്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് നീ പറയരുത്. കാരണം നിന്റെ മുമ്പിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നീ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നിൻ്റെ വീഴ്ചയല്ല, നിൻ്റെ ഉയർച്ചയാണ് അവിടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. മനസ്സിലായോ? ഇനി അടുത്തൊരു ചോദ്യം. ഈ ഒരു ആനന്ദം മനസ്സിലായോ? ഈ ആനന്ദം എന്നിൽ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോകണം. ഇനി കർത്താവിൻ്റെ അടുക്കിലേക്ക് ഞാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആനന്ദം എന്നിൽ ഉണ്ടാകുമോ? അപ്പോൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഉണ്ടാകും. ആനന്ദം ഉണ്ടാകും. ഉണ്ടാകില്ലെന്ന് ഒരിക്കലും പറയല്ലേ. ഉണ്ടാകും. സോറി, എനിക്കും തെറ്റിപ്പോയി. മനസ്സിലായോ? ഉണ്ടാകും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഈ ധ്യാനം, ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ധ്യാനങ്ങൾ കൂടിയവരുണ്ടല്ലോ, ഇല്ലേ? ഇപ്പോൾ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ധ്യാനം കൂടാറുണ്ട്. അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നിങ്ങൾ ധ്യാനം കൂടുന്ന സമയത്തൊക്കെ, ധ്യാനം കൂടുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടും. എന്താ? ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇനി എന്നും പ്രാർത്ഥിക്കണം, എന്നും ബൈബിൾ വായിക്കണം, എന്നും പള്ളി പോകണം. ഒരു പ്രചോദനം വരത്തില്ലയോ? ഒരു തോന്നൽ വരത്തില്ലയോ? ഇല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വന്നതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ. ഈ ആനന്ദം അതിനെ ഞാൻ ആനന്ദം എന്നാണ് വിളിക്കുന്നത്. ആനന്ദം. മനസ്സിലായോ? ഈ തോന്നൽ അതിനെ ഞാൻ ആനന്ദം എന്നാണ് വിളിക്കുന്നത്. ഈ ആനന്ദം ഈ ധ്യാനകേന്ദ്രം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു. എന്തുകൊണ്ടാണ്? കേട്ടില്ല? അത് തുടരാത്തത് കൊണ്ടാണ്. അത് തുടരാനായിട്ട് എന്തോ വേണം? അതാണ് എൻ്റെ ചോദ്യം. മനസ്സ്. അത് തന്നെ, മനസ്സ് വെച്ചോണ്ടാണല്ലോ തോന്നിയത് ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് ജീവിക്കണം. അങ്ങനെ ആഗ്രഹിച്ചു പോയാൽ ഞാനാ. പക്ഷേ രണ്ടിൻ്റെ അന്ന് ഞാൻ വീണ്ടും പഴയ വഴി പോയി. ബാക്ക് ടു സ്ക്വയർ വൺ. വീണ്ടും പഴയ വഴി പോയി. മനസ്സിലായോ? അതെന്തുകൊണ്ടാ? എന്തോ ഒന്നില്ല, അതുകൊണ്ടാണ് മാറിയത്. എന്തോ ഒന്നില്ല. എന്തുകൊണ്ടാ? കൃപ, ദൈവകൃപ, ദൈവ പരിശുദ്ധാത്മാവ് അത് എന്നിൽ ജ്വലിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ എടുക്കുന്ന തീരുമാനം എൻ്റെ മരണം വരെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിയാത്തത്. ഹല്ലേലൂയ. ഇപ്പൊ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുന്ന ഒരു പാപി, അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ അയൽവാസിയെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു. പാപം ഏറ്റു പറയുമ്പോൾ കുമ്പസാര കൂട്ടിയിരിക്കുന്ന ഈശോ എന്തു ചെയ്യും? പിതാവിനെ, പുത്രനെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മോളെ നീ സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞ് പാപം ക്ഷമിച്ച് ആശീർവദിച്ച് അവനെ വിടുമ്പോൾ, അവൻ കുമ്പസാര കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് താൻ ചീത്ത വിളിച്ച അയൽക്കാരനെ വീണ്ടും കാണുമ്പോൾ വീണ്ടും ചീത്ത വിളിക്കുന്നെങ്കിൽ എന്താ സംഭവിച്ചത്? അവിടെ എന്തോ ഒരു കുറവുണ്ടായിരുന്നു. എന്തിൻ്റെ കുറവാ? ദൈവകൃപ. മനസ്സിലായോ? വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നു. പലപ്പോഴും ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പലപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന നിങ്ങളോട് പൊതുവിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, കുർബാനയ്ക്ക് വരുന്ന ഞാനും നിങ്ങളും കുർബാന സ്വീകരിക്കാതെ പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, എന്നിട്ടും ഒരു വലിയൊരു സമൂഹം വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ തങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഉറച്ചിരിക്കുന്നതിന് കാരണം എന്താ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. ആ ഉത്തരവ് ഇതാണ്: ദൈവകൃപ അവനിൽ ജ്വലിക്കാത്തത് കൊണ്ടാ, പരിശുദ്ധാത്മാവ് ജ്വലിക്കാത്തത് കൊണ്ടാ. ഈശോ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് അവൻ വന്ന് എന്തു ചെയ്യും? പാപത്തെക്കുറിച്ചും
നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ബോധ്യം നൽകും. എങ്ങനെ ജീവിക്കണമെന്നൊരു ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവ. പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം തരുന്ന പരിശുദ്ധാത്മാവ. വിശുദ്ധ കുർബാനയ്ക്ക് വന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല, വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഉള്ളൊരു ബോധ്യം, അറിവ് നിനക്ക് തരുന്നത് പരിശുദ്ധാത്മാവ. ഇത് ജ്വലിക്കാത്തത് കൊണ്ട് ഇത് എത്ര കേട്ടാലും പലപ്പോഴും പല സമൂഹവും ഇന്ന് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എൻ്റെ മക്കളെ, ഇത് ഒരുപാട് വിഷമത്തോടാണ് നിങ്ങളോട് പറയുന്നത്, അല്ലാതെ ഒരിക്കലും ഇതൊരു വിമർശനമോ കുറ്റം പറയലോ അല്ല, ഇതൊരു വിഷമത്തോടാണ്. മനസ്സിലായോ? ഇത് എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവരുണ്ട്, എന്നെ ഈ യൂട്യൂബിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ കാണുന്ന എൻ്റെ മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല തീരുമാനം എടുക്കുന്നുണ്ട്. ശരിയാ, നിങ്ങളൊരു പ്രാർത്ഥിക്കുമ്പോഴോ ഒരു കുർബാനയ്ക്ക് വരുമ്പോഴോ ഒരു കുമ്പസാരിക്കുമ്പോഴോ നിങ്ങളൊരു ധ്യാനം കൂടുമ്പോഴൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കും. നല്ല കാര്യം, എടുത്തോ. പക്ഷെ ആ എടുത്ത തീരുമാനം അനുസരിച്ച് ജീവിച്ചാലേ നിന്നെ സ്വർഗത്തിലേക്ക് കർത്താവിന് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. മനസ്സിലായോ? നീ എടുത്ത തീരുമാനം അനുസരിച്ച് നീ ജീവിക്കണം, അപ്പോഴേ നിന്നെ സ്വർഗത്തിലേക്ക് കർത്താവിന് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. നീ എടുത്ത തീരുമാനം അനുസരിച്ച് നീ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൻ്റെ ആനന്ദം നിൻ്റെ മേലും നിൻ്റെ കുടുംബത്തിന് മേലും വന്ന് നിറയുകയുള്ളൂ. അതെപ്പോഴും അങ്ങനെ ഉണ്ടാകണം. അങ്ങനെ എൻ്റെ മക്കളെ, അങ്ങനെ ആ എടുത്ത തീരുമാനം അനുസരിച്ച് ജീവിക്കാനുള്ളൊരു ആഗ്രഹം, ഒരു അധ്വാനം എൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. മനസ്സിലായോ? ഞാൻ തീരുമാനം എടുത്തു, ആ തീരുമാനം എടുത്തതനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അധ്വാനിക്കണം. ഞാൻ അധ്വാനിക്കാതെ എനിക്കൊരിക്കലും ഞാൻ എടുത്ത തീരുമാനം അനുസരിച്ച് ജീവിക്കാനായിട്ട് കഴിയുകയില്ല. മനസ്സിലായോ? ഞാൻ എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ ഞാൻ വിളിച്ച പേരാണ് ആനന്ദം. ആ ആനന്ദം എന്നിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കണം. അധ്വാനിക്കാതെ എനിക്കൊരിക്കലും ഞാൻ എടുത്ത ഈ ആനന്ദം, ഈ തീരുമാനം അനുസരിച്ച് എനിക്ക് ജീവിക്കാനായിട്ട് കഴിയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ മക്കളെ, ബൈബിൾ അനുസരിച്ച് നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ അധ്വാനിക്കുന്ന വ്യക്തിയെ മാത്രമേ കർത്താവിന് ഉയർത്താനായിട്ട് കഴിയുകയുള്ളൂ. ശ്രദ്ധിക്കണം. വെറുതെ ഇരിക്കുന്ന ഒരാളെ ഒരിക്കലും കർത്താവ് ഉയർത്തത്തില്ല. ബൈബിളിൽ നിങ്ങൾ പരിശോധിക്കുക, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വെറുതെ ഇരിക്കുന്ന ഒരാളെ തമ്പുരാൻ ഒരിക്കലും എടുത്ത് ഉയർത്തില്ല. വെറുതെ ഇരിക്കുന്ന ഒരാളെ കർത്താവ് ഒരിക്കലും തൊടില്ല. അധ്വാനിക്കുന്ന ഒരാളെ മാത്രമേ കർത്താവ് തൊടുകയുള്ളൂ. മനസ്സിലായോ? എൻ്റെ അധ്വാനം കർത്താവിനോടുള്ള പ്രാർത്ഥനയോട് ചേർന്ന്, ദൈവത്തിൻ്റെ സന്തോഷത്തോട് ചേർന്ന് എൻ്റെ അധ്വാനവും കൂടെ ഉണ്ടാകുമ്പോഴാണ് അവിടെ എന്നിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെയും കൂടെ അധ്വാനം ഉണ്ടാകണം. ബൈബിൾ ഞാൻ ഒരു വ്യക്തിയുടെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മനസ്സിലായി? ഒരു വ്യക്തിയുടെ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ നിങ്ങൾ എടുത്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 14 വരെ. അവിടെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ് നാമാൻ. മനസ്സിലായോ? നാമാൻ. അപ്പോൾ 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അപ്പോൾ സിറിയ രാജാവിൻ്റെ സൈന്യാധിപനാണ് ഈ നാമാൻ. അപ്പോൾ ഈ നാമാന് കുഷ്ഠരോഗം ബാധിക്കും. മനസ്സിലായോ? അപ്പോൾ നാമാന് കുഷ്ഠരോഗം ബാധിക്കുമ്പോൾ ആ കൊട്ടാരത്തിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ പറയും, ഞങ്ങളുടെ നാട്ടിലൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ്റെ പേരാണ് ഏലീഷ പ്രവാചകൻ. ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഏലീഷ പ്രവാചകൻ പ്രാർത്ഥിക്കും, അങ്ങയുടെ കുഷ്ഠരോഗം മാറും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാമാൻ എന്ത് ചെയ്യുന്നു? നാമാൻ നേരെ ഏലീഷ പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നാമാന് ഏലീഷ പ്രവാചകനെ കാണാൻ പറ്റത്തില്ല. നാമാൻ ഏലീഷ പ്രവാചകനെ കാണാൻ വേണ്ടി ഏലീഷയുടെ വീട്ടിന് മുമ്പിൽ വന്ന് നിന്ന് വിളിച്ചു. ഏലീഷ എന്ത് ചെയ്തു? അപ്പം ഒരു ഭൃത്തിനെ അങ്ങോട്ട് അയച്ചു. ഭൃത്തിനെ അയച്ചിട്ട് നാമാനോട് പറഞ്ഞു, നീ പോയി ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്ക്, അപ്പോൾ നിന്റെ കുഷ്ഠം മാറും. ഇത് കേട്ട് നാമാൻ ദേഷ്യപ്പെടുന്നുണ്ട്. നാമാൻ ദേഷ്യപ്പെട്ടിട്ട് തിരിച്ചു പോവുക. നാമാൻ ദേഷ്യപ്പെടുന്നതിന് കാരണം എന്താ? നാമാൻ ദേഷ്യപ്പെടുന്നതിന് കാരണം ഇത്രയേ ഉള്ളൂ. നാമാൻ വിചാരിച്ചു, ഈ ഏലീഷ പ്രവാചകൻ വന്നിട്ട് നാമാനെ ഒന്ന് തൊട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് നിനക്ക് കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടട്ടെ, ഇങ്ങനെ പറഞ്ഞ് സൗഖ്യം കൊടുക്കും. ഇതാണ് നാമാൻ വിചാരിച്ചത്. മനസ്സിലായോ? അപ്പോഴാണ് അങ്ങനെ വിചാരിച്ചു പോയ നാമാന് ഏലീഷയെ തൊടാൻ പോയിട്ട് ഏലീഷയെ കാണാൻ പോലും പറ്റിയില്ല. മനസ്സിലായോ?
അപ്പോഴാണ് ഏലീഷ പറയുന്നത്, ഒരു വൃത്തിനെ അയച്ചിട്ട് പറയാം, നീ അവനോട് പറ, നീ പോയി ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക, നിൻ്റെ കുഷ്ഠം മാറും. ഇവരുള്ളവരെ, നാമാൻ ഇത് ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുമ്പോൾ നാമാൻ്റെ ഭൃത്യന്മാർ നാമാനോട് പറയുന്നൊരു വാക്കുണ്ട്, പ്രവാചകൻ നിന്നോട് വലിയ കാര്യമൊന്നും ചെയ്യാനല്ലല്ലോ പറഞ്ഞത്, ഒന്ന് മുങ്ങിക്കുളിക്കാനല്ലേ, അല്ലേ? ഒന്ന് മുങ്ങിക്കുളിക്കാനല്ലേ, ശരീരത്തെ ചൊറിയെങ്കിലും പോലെ നീ പോയി ഒന്ന് മുങ്ങ്. മനസ്സിലായോ? ജോർദാൻ നദി നല്ല നദിയാണ്, കുഴിയൊന്നുമില്ല, പോയി മുങ്ങ്. ഒരു 7 പ്രാവശ്യം മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, നീ പോയി മുങ്ങ്, നിനക്ക് സൗഖ്യം കിട്ടും, അല്ലേ? നാമാൻ്റെ ചിന്ത എന്താ? ഏലീഷായെ കാണുമ്പോൾ ഏലീഷ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നു, കൈ പിടിക്കുന്നു, അല്ലേ? ദൈവത്തോട് പ്രാർത്ഥിച്ച് നിനക്ക് സൗഖ്യം കിട്ടട്ടെ എന്ന് പറയുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. പലപ്പോഴും നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതീക്ഷിച്ച് പോകുന്ന പല കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഒരു ജോലിയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, കർത്താവ് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒരു ജോലിയും ചെയ്യാതെ അധ്വാനവും നടത്താതെ കർത്താവിനെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ തമ്പുരാൻ നിന്നെ തൊടില്ല, നിന്നെ സഹായിക്കില്ല. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ മക്കളെ, പഠിക്കുന്ന എൻ്റെ മക്കളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്, നിങ്ങൾ പഠിക്കണം, മനസ്സിലായോ? പഠിക്കണം. എന്നാൽ ഞാൻ പഠിക്കാതെ കർത്താവ് എന്നെ പരീക്ഷയ്ക്ക് ജയിപ്പിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ പഠിക്കാതെ നീ കറങ്ങി അടിച്ച് നടന്നാൽ നീ എപ്പോഴും പഠിക്കാതെ, അല്ലെങ്കിൽ നീ പഠിക്കുന്നില്ല, പള്ളി വരുന്നുണ്ട് പക്ഷേ പാഠപുസ്തകം തുറന്നു നോക്കത്തില്ല, നീ എന്താ പഠിക്കാതെ? കർത്താവ് എന്നെ ജയിക്കും, ഞാൻ എത്ര കുർബാനയ്ക്കാണ് വരുന്നത്, ഞാൻ എന്തുമാത്രം ഞാൻ മുഴുവൻ കൊന്തയും ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്നുണ്ട്, തമ്പുരാൻ എന്നെ ജയിപ്പിച്ചോളും. നിന്നെ കർത്താവ് തോപ്പിക്കുമോ പരീക്ഷയ്ക്ക്? മനസ്സിലായോ? എൻ്റെ അധ്വാനം കൂടെ ഉണ്ടാകണം. അതാ പറയുന്നത്, നാമാനോട് അതാ പറഞ്ഞത്, നാമാനെ നിന്നോട് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, നീ ഒന്ന് മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, നീ അത്രയെങ്കിലും ചെയ്യ്, ബാക്കി കർത്താവ് ചെയ്തോളൂ. അങ്ങനെ നാമാൻ അവസാനം ഭൃത്യന്മാരുടെ വാക്ക് കേട്ടിട്ട് ജോർദാൻ നദിയിൽ പോയി മുങ്ങിയ. കണ്ടോ എൻ്റെ ഒരു അധ്വാനം, നാമാൻ്റെ ഒരു അധ്വാനത്തിൽ സ്വർഗത്തിൻ്റെ കയ്യൊപ്പ് വന്നപ്പോൾ നാമാന് കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടുക. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഒരു അധ്വാനം എപ്പോഴും ഉണ്ടാകണം. ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കരുത്. മനസ്സിലായി? എനിക്ക് വിശുദ്ധി ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ മുറിക്കകത്ത് കഥ അടച്ചിരുന്നാൽ അത് ഒരു നന്മ എനിക്കുണ്ടാകില്ല. വിശുദ്ധി ജീവിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഞാൻ ബൈബിൾ വായിക്കണം, അതിനുവേണ്ടി ഞാൻ കൊന്ത ചൊല്ലണം, അതിനുവേണ്ടി ഞാൻ കുർബാനയ്ക്ക് വരണം, അതിനുവേണ്ടി പാപപേക്ഷിക്കണം, കുമ്പസാരിക്കണം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പുസ്തകം അനുസരിച്ച്, ഈ ബൈബിൾ അനുസരിച്ച് ഞാൻ ജീവിക്കണം. അപ്പോൾ എൻ്റെ ഒരു അധ്വാനം അവിടെ ഉണ്ടാവുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഈ വചനം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയാം കർത്താവ് എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ എന്നെ ഒരു വാക്കുപോലും പറയാൻ അനുവദിക്കത്തില്ല. എന്നാൽ ഞാൻ ദിവസങ്ങൾ കൊണ്ടോ ഇരുന്ന് എഴുതി ഒരുങ്ങി പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തമ്പുരാൻ പറയേണ്ട കാര്യങ്ങൾ എൻ്റെ അധരത്തിലേക്ക് തന്നോളും. അതാ പറയുക, എൻ്റെ അധ്വാനം ഉണ്ടാകണം, എപ്പോഴും എൻ്റെ അധ്വാനം ഉണ്ടാകണം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അധ്വാനിക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടത്, കർത്താവിന് സ്നേഹമുള്ളത്. ലൂക്ക 5:27 ഒന്നെടുക്കാമോ? ലൂക്ക 5:27. അവിടെ യേശു കടന്നു പോകുമ്പോൾ ലേവി എന്നൊരു ചുങ്കക്കാരനെ കാണുന്നുണ്ട്. ലൂക്ക 5:27. കണ്ടോ? എവിടെ ഈ ചുങ്കക്കാരൻ എവിടെയായിരുന്നേ? ചുങ്കസ്ഥലത്ത്. എന്തിനായിരുന്നേ? ചുങ്കം പിരിക്കാൻ. കണ്ടോ? അവനെയാണ് കർത്താവ് കണ്ട ഉടനെ യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിക്കുന്നത്. മനസ്സിലായോ? യേശു ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചുങ്കസ്ഥലത്ത് ഒരു ലേവി ഇരിക്കുന്നു. ലേവി ആരാ? പിന്നീട് പേര് മാറി. ആരായി? ലേവി ആരായി മാറി? പിന്നെ ആരായി? മത്തായി. കേട്ട് മത്തായോ? മത്തായി. മനസ്സിലായോ? ഉറങ്ങരുത് കതറിനെ കേട്ടോ. അപ്പോൾ കണ്ടോ, ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയെ കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, ഇറങ്ങി വാടാ, എൻ്റെ കൂടെ വാ, കമോൺ, അല്ലേ? വീണ്ടും നമ്മൾ വചനം വായിക്കുമ്പോൾ കണ്ട മത്തായി 4:18-19. അവിടെ ഇതേപോലെ കാണുന്ന അധ്വാനിക്കുന്ന കുറച്ച് മനുഷ്യരെ കർത്താവ് വിളിക്കുന്നുണ്ട്. മത്തായി 4:18-19. അവൻ ഗലീലി കടൽ തീരത്തൂടെ കടന്നു പോകുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന 2 സഹോദരന്മാരെ കണ്ടു. പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും. അവർ മീൻപിടുത്തക്കാരായിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരെ. കണ്ടോ? അപ്പോൾ ഈ സ്ലീഹന്മാർ എന്തെടുക്കുമ്പോഴാണ്? അവരിങ്ങനെ വെറുതെ ഇരുന്ന് ഉറങ്ങുമ്പോഴല്ല കർത്താവ് വിളിക്കുന്നത്, വെറുതെ TV കാണുമ്പോഴല്ല കർത്താവ് വിളിക്കുന്നത്, വെറുതെ ഇരുന്ന് കുറ്റം പറയുന്ന സമയത്തല്ല കർത്താവ് വിളിക്കുന്നത്. കർത്താവ് വിളിക്കുന്നത് എപ്പോഴാ? അധ്വാനിക്കുന്ന സമയത്താ, ജോലി ചെയ്യുന്ന സമയത്താ. മനസ്സിലായോ? ജോലി ചെയ്യുന്ന അധ്വാനിക്കുന്ന സമയത്ത് കർത്താവ് വിളിച്ചിട്ട്, എടാ മക്കളെ, മതി, ഇനി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം.
വീണ്ടും മത്തായി 4:21 വീണ്ടും കാണുന്നുണ്ട്, അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ 2 സഹോദരന്മാരെ കണ്ടു. മത്തായി 4:21 സെബദി പുത്രനായ യാക്കോബും സഹോദരൻ യോഹന്നാനും അവർ പിതാവുമൊത്ത് വഞ്ചിയിലിരുന്ന് വല നന്നാക്കുകയായിരുന്നു. കണ്ടോ, ജോലി ചെയ്യുക. അതാ പറയുന്നത്. മക്കളെ, നമ്മൾ ബൈബിളിലെ ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞില്ലേ, ബൈബിളിലെ ചില സംഭവങ്ങൾ, വ്യക്തികളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ചില കഥകൾ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊരിക്കലും നിങ്ങൾ ആ രീതിയിൽ എടുക്കരുത്. ഇത് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഇതിനെടുക്കണം. ഇപ്പോൾ ധൂർത്തപുത്രൻ്റെ ഉപമ ഞാൻ വായിക്കുമ്പോൾ ഞാൻ എടുക്കേണ്ടത് എങ്ങനെയാ? ഈ ധൂർത്തപുത്രൻ്റെ അതേ അബദ്ധം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇല്ലേ? എന്നിട്ടും കർത്താവേ, നിന്റെ കരുണയാണല്ലോ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അല്ലേ? സിസ്റ്റർ ഇങ്ങനെ ചിന്തിക്കണം. ഞാൻ എന്തുമാത്രം അല്ലേ ഞാൻ പലപ്പോഴും ഞാൻ തുറന്നു പറയാം, എൻ്റെ മക്കളെ, ഇവിടെ ഒരു LED സ്ക്രീൻ വെച്ചിട്ട് എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം ആ സ്ക്രീനിൽ കൂടെ കാണിച്ചാൽ നിങ്ങൾ എന്നെ ഈ പള്ളിയിൽ നിന്നല്ല, ഈ സഭയിൽ നിന്ന് വരെ പുറത്താക്കാൻ കത്തുകൊടുക്കും. ഉറപ്പാ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മുടെയൊക്കെ നമ്മൾ വ്യക്തികളെ ചിന്തിക്കേ ഇല്ലേ? ഇല്ലേ, നമ്മളുടെ ചില രഹസ്യ ജീവിതങ്ങൾ എങ്ങനെയാണ് ഇല്ലേ? ഇപ്പം ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഞാൻ എന്നെ അറിയാത്ത ഒരു ജനത്തിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ എൻ്റെ സംസാര രീതി എങ്ങനെയാണ്? മനസ്സിലായോ? ഇല്ലേ? അതാ പറഞ്ഞത്. നമ്മുടെ എൻ്റെ ഒരു LED വാൾ ഇവിടെ വെച്ച് എൻ്റെ ഒരു ജീവിതം ഇവിടെ കാണിച്ചാൽ ഇല്ലേ, അപ്പോഴാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ ഞാൻ വായിക്കുമ്പോൾ ഞാൻ പറയേണ്ടത്, കർത്താവേ, ഞാൻ ഇത്രയും മാരക പാപത്തിൽ ജീവിച്ചിട്ടും നിൻ്റെ കരുണയാണല്ലോ എന്നെ ഇവിടെ നിർത്തിയത്. ഹല്ലേലൂയ. അതാണ് മക്കളെ നമ്മുടെ തമ്പുരാൻ്റെ കരുണ. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം. മനസ്സിലായി? അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പരിപാലന. ഇതനുസരിച്ച് ഇതറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു ആനന്ദം എന്നിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ആനന്ദം എന്നിൽ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ അധ്വാനിക്കണം. നമ്മളിങ്ങനെ വെറുതെ മടി പിടിച്ചിരിക്കുന്നത്. ഇപ്പം പഠിക്കുന്നത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. നിങ്ങളുടെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കാമോ, ബാക്കി തമ്പുരാൻ ഇടപെട്ടോളും. മനസ്സിലായോ? ബാക്കി തമ്പുരാൻ ഇടപെടുന്നേ. എന്നാൽ നിങ്ങളുടെ ഭാഗം നമ്മുടെ ഭാഗം ക്ലിയർ ആക്കില്ല, എല്ലാം കർത്താവ് തന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഒരു ഭാഗം തരില്ല. മനസ്സിലായോ? നമ്മൾ അധ്വാനിക്കണം. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്കിരിക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു വെച്ചു, പിന്നെ അതങ്ങ് വേറെ കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോയി. അതായത് ഈ ആനന്ദം എന്നിൽ എപ്പോഴും ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവകൃപ വേണം. മനസ്സിലായി? ദൈവകൃപ ഇല്ലാതെ നമുക്കിത് നടക്കില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ ദൈവകൃപയില്ലെങ്കിൽ അതിൻ്റെ ജീവനുണ്ടാകില്ല. ഹല്ലേലൂയ. അത് 1 കൊരിന്തോസ് 15:10 ഒന്നെടുക്കാമോ? 1 കൊരിന്തോസ് 15:10 അവിടെ വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ എളിമയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വചനമാണ്. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല, നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ കണ്ടോ, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. മനസ്സിലായോ? എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പോൾ കണ്ടോ, പൗലോസ് ശ്ലീഹ പറയാ, ഞാൻ ഇങ്ങനെ ഓടി നടക്കുക, ഞാൻ വചനം പറയുകയാണ്, ഞാൻ ഓടി നടക്കുന്നു, ഞാൻ വചനം പറയുന്നു, ഞാൻ മാനസാന്തരപ്പെടുത്തുന്നു, ഞാൻ അത്ഭുതങ്ങൾ കാണിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാന ശ്ലീഹ എഴുതി വെക്കുക, എന്നാൽ ഞാൻ അധ്വാനിച്ചു. ശരിയാ, ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നമ്മുടെ ക്രിസ്ത്യാനി, നമ്മുടെ ജീവിതം ഇതാ പറയേണ്ടത്. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ജീവിതമായിരിക്കണം. മനസ്സിലായോ?
ഇപ്പോൾ ചില നടക്കാത്ത, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ, ചില നന്മകളൊക്കെ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എൻ്റെ മക്കളെ, അഹങ്കാരത്തോടെ ഒരിക്കലും പറയരുത് ഇതെൻ്റെ ആരോഗ്യമാണ്, ഇതെൻ്റെ പണമാണ്, ഒരിക്കലും പറയരുത്. കർത്താവ് തരാതെ നിനക്ക് കിട്ടില്ല. ഇത് കർത്താവ് തരാതെ കിട്ടില്ല. ചില അടഞ്ഞ വാതിലുകളൊക്കെ നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തുറന്നപ്പോഴും ആ തുറക്കാനുള്ള ഒരു ശക്തി ലഭിച്ചത് വേറെ എവിടുന്നുമല്ല, സ്വർഗത്തിൽ നിന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഞാൻ എൻ്റെ പപ്പയ്ക്ക് വയ്യാതായ സമയത്ത് ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് പോകണം. ആ സ്കാനിൻ്റെ റേറ്റ് 21,000 രൂപയാണ്. അത് പിന്നെ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അവസാനം 19,000 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് ആശുപത്രിക്കാർ സമ്മതിച്ചു. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 19,000 രൂപ പോയിട്ട് 1000 രൂപ കഷ്ടം. എത്രയേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, അത്രയേ ഉള്ളൂ മക്കളെ. എന്നാലും അവിടുന്ന് ഇവിടുന്ന് നുള്ളിപ്പറക്കി എന്തായാലും പോവാണല്ലോ. അപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറങ്ങുക. കാരണം ചെയ്തേ പറ്റൂ. പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഭാഗത്തൊരു അധ്വാനം വേണമെന്നതാ പറഞ്ഞേ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ, ആ ദിവസങ്ങളെല്ലാം ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഒരു 6 മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും. ഞാൻ വീട്ടിലായിരിക്കും ആ സമയത്ത്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും. ഒരു 4:30-5 മണിക്കകത്ത് ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി ഞാൻ കുർബാന ചൊല്ലും, സമർപ്പിക്കും. കർത്താവേ, ഇന്ന കാര്യത്തിന് പോവാ, ഞങ്ങളുടെ കയ്യിൽ ഇന്ന കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, നീ നോക്കിക്കോണം. എന്നെ പറയുള്ളവരെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. അന്ന് പോകുന്ന വഴിക്കാണ് വെമ്പായം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ആഗ്രഹം വന്നു. പോകുന്ന വഴിക്ക് സെമിനാരിയിലൊന്ന് കയറിയേക്കാം, സെമിനാരി കയറി ഒന്ന് ഫ്രഷ് ആകാം. ഇത്രയും വെളുപ്പിനെ ഇറങ്ങിയതാണ്, പപ്പയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാം. അങ്ങനെ വിചാരിച്ച് സെമിനാരിയിൽ ചെന്നു. സെമിനാരിയിൽ ചെന്നപ്പം നമ്മുടെ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു അച്ഛൻ ആ സെമിനാരിയിലുണ്ട്. അപ്പോൾ അച്ഛനെ പോയി ഞങ്ങൾ മുറിയിൽ പോയി കണ്ടു, സംസാരിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടാതെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, എത്ര രൂപയാകും സ്കാൻ ചെയ്യാൻ? ആ പൈസ ഞാൻ തന്നേക്കാം. അതാ പറയുന്നത്. എൻ്റെ മക്കളെ, എൻ്റെ ഒരു അധ്വാനം ഉണ്ടാകണം. വെളുപ്പിന് 4:30-5 മണി സമയത്ത് ഞാൻ നടത്തിയ എൻ്റെ ഒരു അധ്വാനം ഫലം കണ്ടത് രാവിലെ 7 മണി 7:30 മണിക്കാണ്. എൻ്റെ ഒരു അധ്വാനം വെളുപ്പിന് 4:30 എൻ്റെ അധ്വാനത്തിൻ്റെ ക്ലൈമാക്സ് എത്തിയത് എപ്പോഴാണ്? ഒരു 7-7:30 മണിക്ക്. അതാ പറയുന്നത്, എൻ്റെ ഭാഗത്തിന് അധ്വാനം ഉണ്ടാകണമെന്നേ. ദൈവവിചാരം എപ്പോഴും എന്നിലുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഞാൻ വന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം ഉണ്ടെന്ന് വെച്ചോ, ഒരു തടസ്സമുണ്ട്, മാറുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. അത് തടസ്സം അത് എന്തുകൊണ്ടാണെന്നറിയത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരുങ്ങി ഒരു കുമ്പസാരം നടത്തണം. നല്ല ഒരുങ്ങി കുമ്പസാരിച്ച് നിങ്ങൾ ആ ഒരുക്കത്തോടുകൂടെ നീ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ നിനക്ക് പോലും എടുത്തു മാറ്റാൻ കഴിയാത്ത ആ തടസ്സം മാറില്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും നിങ്ങളോട് പറയില്ല. മനസ്സിലായോ? ഇത് കള്ളത്തരമാണെങ്കിൽ ഞാൻ ഇതൊരിക്കലും പറയുകയില്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയില്ല. ഇതിൽ സത്യമുള്ളതുകൊണ്ട് അത് പറയുന്നത് നിങ്ങളോട്. മാറും. നമ്മുടെ ഭാഗത്തു നിന്നൊരു അധ്വാനം ഉണ്ടാകണം. അതാ പൗലോസ്ലീഹ പറയുന്നത്, ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവകൃപയാണ്. ദൈവകൃപ, പരിശുദ്ധാത്മാവ്, എന്നിലുള്ള പരിശുദ്ധാത്മാവ് അതെപ്പോഴും ജ്വലിക്കുന്ന ഒരു ജീവിതമായിരിക്കണം മക്കളെ. എപ്പോഴും പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. മനസ്സിലായോ? വീണ്ടും എഫെസോസ് 2:8-9 വചനം പറയുന്നുണ്ട്. എഫെസോസ് 2:8-9 വചനം പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. മനസ്സിലായോ? വിശ്വാസം വഴി കൃപ അല്ലേ? നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. കർത്താവിൽ വിശ്വാസമില്ലേ? യേശുവിൽ വിശ്വാസമില്ലേ? ഉണ്ട്. യേശുവിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഈ ആലയത്തിൽ നിൽക്കുന്നത്, ഇല്ലേ? ആന്ന്. അപ്പോൾ യേശുവിലുള്ള വിശ്വാസത്തെ പ്രതി നിങ്ങൾ ഈ ആലയത്തിലായിരിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളിലെല്ലാം ദൈവം ഇടപെടാനുള്ള ഏക മാർഗം ദൈവകൃപ നിന്നിൽ സംഭവിക്കുമ്പോഴാണ്. അതാ പറഞ്ഞത്, വിശ്വാസം വഴി ദൈവകൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. വിശ്വാസം വഴി ദൈവകൃപ. കണ്ടോ? ഇത് രണ്ടും ഒന്നിച്ചുണ്ടാകണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ ആനന്ദം നമ്മൾ എപ്പോഴും നിറയാൻ, നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ദൈവകൃപ വേണം. ഈ ദൈവകൃപ കിട്ടണം എന്ത് ചെയ്യണം? അധ്വാനിക്കണം. വിശ്വാസം വേണം, അധ്വാനിക്കണം. അതിനുവേണ്ടി അധ്വാനിക്കണം. വചനം വായിക്കണം, കൊന്ത ചൊല്ലണം, കുർബാനയ്ക്ക് വരണം. കുർബാനയ്ക്ക് വന്നതുകൊണ്ടായില്ല, കുർബാന സ്വീകരിക്കണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അധ്വാനം, അതായത് വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിച്ചിട്ട് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്,
മനസ്സിലായോ? വിശുദ്ധ കുർബാന, ആദ്യ കുർബാന സ്വീകരിച്ച എല്ലാവർക്കും വിശുദ്ധ കുർബാന കൊടുക്കുന്നുണ്ടല്ലേ, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിശുദ്ധ കുർബാന കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ജനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ, അതായത് നിങ്ങൾ ആത്മീയ തലത്തിൽ ചിന്തിക്കാതെ, മനസ്സിലായോ? കുമ്പസാരിക്കണമെന്നോ മാംസം സ്വീകരിക്കണമെന്നോ, അല്ല കുമ്പസാരിക്കണമെന്നോ പിന്നെ അല്ലെങ്കിൽ ഒരുക്കം വേണോ, അതെല്ലാം മാറ്റി, അതൊക്കെ വേണം, അത് മാറ്റി വെക്ക്. അല്ലാതെ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ തലത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അതായത് വിശുദ്ധ കുർബാന അർപ്പിച്ചു, വിശുദ്ധ കുർബാന കൊടുക്കുന്നു. വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ വൈദികൻ ഇവിടെ നിന്ന് വിശുദ്ധ കുർബാന നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വരണം. മനസ്സിലായി? അതാ പറയുന്നത്. നിങ്ങൾ മറ്റതെല്ലാം വിട്, ആത്മീയത വിട് ആ കാര്യത്തിൽ, ഇല്ലേ? അതൊരു അധ്വാനമല്ലേ? അവിടെ നിന്ന് എഴുന്നേക്കണം, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നില്ലേ? വലിയ കഷ്ടപ്പിടിച്ച ജോലിയല്ല, എന്നാലും ഒരു അധ്വാനമല്ലേ, ഇല്ലേ? അതാ പറയുന്നത്, ഒരു അധ്വാനം എപ്പോഴും ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ, കേട്ടോ കാതറിനെ? ഇങ്ങനെ വെറുതെ ഇരിക്കരുത്, ഉറങ്ങിയിരിക്കരുത്, അധ്വാനിക്കണം, കേട്ടോ? 3-4 പ്രാവശ്യം കാതറിൻ്റെ പേര് പറഞ്ഞ്. ഇനി അന്നയുടെ പേര് പറയാം, ഓക്കെ, കേട്ടോ? അപ്പോൾ അങ്ങനെ അധ്വാനിച്ച്, അതുകൊണ്ടുള്ള കർത്താവ് പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, കേട്ടോ? അപ്പോൾ ചില കുട്ടികളൊക്കെ എന്നോട് പറയുന്നിട്ടുണ്ട്, അച്ഛാ മാത്സ് ഭയങ്കര പ്രയാസമാണ് അച്ഛാ, ഇല്ലേ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്സ് ഭയങ്കര പ്രയാസമാണ്, കെമിസ്ട്രി ആണെങ്കിൽ എഴുതാൻ പോലും അറിയത്തില്ല, ഇംഗ്ലീഷ് കാണുമ്പോഴേ ഉറക്കം വരും, മലയാളം പിന്നെ മാതൃഭാഷയായതുകൊണ്ട് ഇപ്പോഴൊക്കെ അറിയാത്തതുകൊണ്ട്, ഇല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ മക്കളെ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ 10ാം ക്ലാസ് തോറ്റതാ. നിങ്ങളോട് ഒരു ദിവസം പള്ളി പറഞ്ഞല്ലേ? പറഞ്ഞതാ, ഞാൻ 10ാം ക്ലാസ് തോറ്റതാ. +2 ഞാൻ നല്ല രീതിയിൽ തോറ്റതാ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ ഒരിക്കലും പഠിക്കാതിരുന്നിട്ടില്ല. ഞാൻ പലപ്പോഴും പറയും, ഞാൻ പഠിക്കുന്ന അതനുസരിച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റിയെങ്കിൽ സ്കൂളിലെ ടോപ്പ് ഞാനായനെ. സത്യം. സെമിനാരിയിലും ഇതുപോലായിരുന്നു, മനസ്സിലായോ? പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം, 10ാം ക്ലാസ് ഞാൻ ആദ്യത്തെ പ്രാവശ്യം തോറ്റു, 2ാം പ്രാവശ്യം എഴുതിയെടുത്ത ഞാൻ 2ാം പ്രാവശ്യം എഴുതിയെടുത്തപ്പോൾ 223 മാർക്ക് വാങ്ങിച്ച് പാസ്സായ ഞാൻ, +2-ന് 271 മാർക്ക് മാത്രം വാങ്ങിച്ച് രണ്ടാമത്, ആയതല്ല രണ്ടാമത്, +2-ന് രണ്ടാമത് അത്രയും മാർക്ക് വാങ്ങിച്ച് പാസ്സായ ഞാൻ, എൻ്റെ മക്കളെ, പോളിടെക്നിക്ക് ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന വിഷയത്തിൽ ഡിപ്ലോമ 3 വർഷത്തെ പോളിടെക്നിക്ക് ഞാൻ പഠിക്കുമ്പോൾ 90% മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ പാസ്സായേ. അത് ഒറ്റ ചാൻസിൽ 90% മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ പാസ്സായത്. ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ ആ പോളിടെക്നിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചത് ഒരു ദേവാലയത്തിലാണ്. പലപ്പോഴും ഉറങ്ങിയിരുന്നത് ഒരു ദേവാലയത്തിനകത്താണ്. കാരണം കോളേജിൽ റാഗിങ് പേടിയായതുകൊണ്ട് അന്ന് അവിടെയുള്ള കോളേജിനോട് ചേർന്ന് ഒരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്, നമ്മുടെ ഒരു മലയാളം പള്ളി, ഒരു കേരള പള്ളി, തിരുവനന്തപുരം തക്കലിൽ. ഒറ്റ വാക്കി പറഞ്ഞാൽ അരപ്പള്ളി, തോമാസ് ലീഗ പണിഞ്ഞ അരപ്പള്ളിയിൽ ഒരു ചെറിയൊരു മുറിയുണ്ട് അരപ്പള്ളിയോട് ചേർന്ന്. ആ മുറിയിൽ ഞങ്ങളൊരു 4-5 കുട്ടികൾ, ഈ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന ഞങ്ങൾ 4-5 പേര് ഒറ്റ മുറിക്കകത്താണ് പഠിക്കുന്നത്. ചില സമയത്ത് ആ മുറിക്കകത്ത് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ പലപ്പോഴും ഈ അരപ്പള്ളിക്കകത്ത് ഇരുന്നാണ് ഉറങ്ങുന്നത്. അതായത് തോമാസ് ലീഹയുടെ പാദസ്പർശം ഏറ്റ ദേവാലയത്തിനകത്ത് കിടന്നാണ് ഞങ്ങൾ ഉറങ്ങിയത്. ഞാൻ ആ പള്ളിക്ക് അകത്ത് ഉറങ്ങിയതിൻ്റെ കഥയല്ല പറയുന്നത്, എൻ്റെ മക്കളെ. ആ ദേവാലയത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു കൂടാരത്തിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടായി? പ്രാർത്ഥനയുണ്ടായി. അതാ പറഞ്ഞേ, 10ാം ക്ലാസ്സിലും +2-ലും കിട്ടാത്ത ഒരു വലിയ വിജയമാണ് ആ ഒരൊറ്റ വിഷയത്തിൽ, ആ ഒരു പഠനത്തിൽ എനിക്ക് കിട്ടിയത്. ഒറ്റ ഉത്തരവേ ഉള്ളൂ, പ്രാർത്ഥന, ദൈവവിചാരം എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഞാൻ ഒരിക്കലും കർത്താവ് ജയിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. രാത്രി ഉറങ്ങാതെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പരീക്ഷ സമയങ്ങളിലൊക്കെ രാത്രി ഒരു പോള കണ്ണടയ്ക്കാതെ ഫുൾ നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എൻ്റെ ആ ഒരു അധ്വാനത്തിന് തമ്പുരാൻ വില തന്നതാ. 90% മാർക്ക് വാങ്ങിച്ച് ഞാൻ ആ വിഷയം പാസ്സായത്. ഹല്ലേലൂയ. അതാ പറയാം, നമ്മുടെ ഒരു അധ്വാനം ഉണ്ടാകണം മക്കളെ. നമ്മുടെയൊക്കെ ഒരു അധ്വാനം ഉണ്ടാകണം. ആ അധ്വാനം ഇല്ലാതാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പരാതി പറയുന്നത്, എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി, മനസ്സിലായോ, എന്നെ ആരും സഹായിക്കാനില്ല, എന്നെ ഈ രോഗം ഇത് എന്നെ കൊണ്ടേ പോവത്തുള്ളൂ. നോ, ഇല്ല. ഈ രോഗത്തിൻ്റെ മുകളിൽ എനിക്കൊരു സൗഖ്യം തരാൻ കർത്താവിന് കഴിയുന്നേ. ഈ സാമ്പത്തികമായി ഈ പ്രയാസം നീ എന്നെ അലട്ടുമ്പോൾ ഇതിന് മുകളിൽ നിന്നെ നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.
ഈ തകർച്ച നിന്നെ പിടിമുറുക്കുമ്പോൾ ഈ തകർച്ചയുടെ പിടിമുറുക്കത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. അതാണല്ലോ വചനം പറയുന്നത്, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടും ഇല്ല. രക്ഷിക്കാൻ കഴിയാത്ത വിധം കുറുകിപ്പോയ ഒരു കരമുള്ള ഒരു ദൈവം അല്ല മക്കളെ നമ്മുടെ ദൈവം. ഇങ്ങനെ വിരിച്ചു പിടിച്ച കരങ്ങളുള്ള നിന്നെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ദൈവം, ഇന്നും ജീവനോടിരിക്കുന്ന ഒരു ദൈവം, മരിച്ച് മണ്ണടിഞ്ഞു പോയ ഒരു ദൈവമല്ല, ഇന്നും ജീവനോടെ തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിലായിരിക്കുന്ന ഒരു ദൈവം തമ്പുരാന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്ന. ആ ദൈവത്തെ നോക്കിക്കൊണ്ട് അപ്പാ പിതാവേ എന്ന് ഞാനും നീയും വിളിക്കുന്നത്. എൻ്റെ മക്കളെ, പേടിക്കരുത്, ഭയക്കരുത്, നിരാശയോടെ ജീവിക്കരുത്. നിന്നെ സമാധാനിപ്പിക്കാൻ, നിന്നെ ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ അധ്വാനത്തോടെ കാത്തിരിക്കണം, അധ്വാനത്തോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമ്മുടെ എല്ലാ അപേക്ഷകളും സമർപ്പിക്കാം. പരിശുദ്ധ മറിയം, ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ, ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവം പരിശുദ്ധ മറിയത്തിൽ വന്നപ്പോൾ മറിയം നേരെ എന്താ ചെയ്തത്? എലിസബത്തിനെ കാണാൻ പോവുകയാണ്. എന്തിനാ എലിസബത്തിനെ കാണാൻ പോയത്? തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ വലിയ നന്മ അത് പറഞ്ഞു കൊടുക്കാൻ ഒരിടം വേണം. ആ ഇടം തേടിയ പരിശുദ്ധ മറിയം പോയത്. വെറുതെ അവിടെ ഇരിക്കുകയല്ല. ദൂതൻ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ദൈവപുത്രൻ നിൻ്റെ ഉദരത്തിൽ ജന്മമെടുക്കും. പിന്നെ മറിയം അത് കേട്ടുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. മറിയം ആ തനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ ആ അനുഭവം പങ്കുവെക്കാനായിട്ട് ഓടുക. അതാ മക്കളെ, അധ്വാനിക്കണം. നമ്മൾ ജീവിതത്തിൽ അധ്വാനിക്കണം. അപ്പോഴേ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ ജീവിത മാതൃക കാണിച്ചു തന്ന പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നമുക്കിരിക്കാം. അപ്പച്ച കുറച്ച് വെള്ളം തരാമോ? ഇനി മറ്റൊരു തലവും കൂടെ ഉണ്ട്. അതായത് ഇത് പറയുമ്പോഴും ഇതെനിക്ക് വേണ്ട, മനസ്സിലായോ? ഇതെനിക്ക് വേണ്ട, എനിക്കിങ്ങനെയൊന്നും വേണ്ടെന്നേ, എനിക്ക് പ്രാർത്ഥിക്കണ്ട, എനിക്ക് ഈശോ വേണ്ട, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്, പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. അവരോട് നമുക്കിത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെയുള്ളവരെ, ഞാൻ നമ്മുടെ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോയ സമയത്ത് അവിടെ ഞങ്ങൾ ധ്യാനിപ്പിച്ച അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, നമ്മുടെയൊക്കെ ഇപ്പോൾ ഞങ്ങൾ അച്ഛന്മാർ ആ ഒരു കോണ്ടസ്റ്റിൽ നിന്നാണല്ലോ പറയുന്നത്. ഇപ്പം അച്ഛന്മാരെ, നിങ്ങളുടെ പള്ളികളിൽ ഒരുപാട് പേര് പള്ളി വരാത്തവരുണ്ട്. അവരോടൊക്കെ അച്ഛന്മാർ എത്രയോ പ്രാവശ്യം പറഞ്ഞു കാണും, അതൊന്ന് പള്ളി വാ. എന്നിട്ട് അവരാരെങ്കിലും വന്നോ? ഇല്ലേ? കുറച്ച് പേര് വരും, കുറച്ച് പേര് വരില്ല. അതങ്ങനെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതായത് അച്ഛന്മാർ, അതായത് നമുക്കെല്ലാവരെയും ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയില്ല. ശരിയാ, നമുക്കെല്ലാവരെയും ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയില്ല. അങ്ങനെ ഉപദേശിച്ച് നേരെയാക്കുമായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഒരു പാപിയും കാണില്ല, എല്ലാവരും വിശുദ്ധരായനെ, പള്ളിയൊക്കെ നിറഞ്ഞാനെ, ദേവാലയമൊക്കെ നിറഞ്ഞാനെ, ഇല്ലേ? അപ്പം നമുക്ക് ആരും ഉപദേശിച്ച് നേരെയാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു നല്ല പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മാതാപിതാക്കളോ ആരെങ്കിലും വിശ്വാസത്തിൽ അകന്ന് ജീവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലേക്ക് വചനം കേട്ടിട്ട് ഇതെനിക്ക് വേണ്ട, യേശുവിനെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നവരാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കർത്താവേ, എൻ്റെ ഈ മകൻ, എൻ്റെ ഈ മകൾ, അല്ലെ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിന് അകന്നിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ, അവരിലുള്ള പരിശുദ്ധാത്മാവിനെ നീ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എന്നിലുള്ള പരിശുദ്ധാത്മാവല്ല, എൻ്റെ പള്ളി വരാത്ത എൻ്റെ മകനിലുള്ള പരിശുദ്ധാത്മാവിനെ നീ ജ്വലിപ്പിക്കണമേ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് എന്ത് നമുക്ക് തരുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിനക്ക് ബോധ്യം വരും. ഇപ്പം ഞാൻ പള്ളി വരാത്തൊരു വ്യക്തിയാണെന്ന് വെച്ചോ, എനിക്ക് ദേവാലയത്തോട് ഒരു വിശ്വാസവും ഇല്ല. ഇപ്പം നമ്മുടെ സിസ്റ്റർ, ഇപ്പോൾ എൻ്റെ ഈ ജീവിതം കണ്ടിട്ട് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ അൽഫോൺസ് പള്ളിയിൽ പോകുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, ലോകത്തിലെ എല്ലാ പാപവും ചെയ്താൽ ജീവിക്കുന്നത്. സിസ്റ്ററിന് ഇത് കണ്ട് വിഷമം വന്നിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കണം എങ്ങനെയാ? കർത്താവേ, അൽഫോൺസിലുള്ള പരിശുദ്ധാത്മാവിനെ നീ ജ്വലിപ്പിക്കണമേ. അപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ജ്വലിക്കുമ്പോഴാണ് എനിക്ക് ഈ ജീവിതം പോരാ, ഇതിങ്ങനെ ജീവിച്ചാൽ പോരാ,
എനിക്ക് പഴയ രീതിയിൽ ജീവിച്ചാൽ പോരാ, എനിക്ക് പുതിയൊരു മനുഷ്യനാകണം എന്നൊരാഗ്രഹം വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ വേണ്ട എന്ന് പറയുന്ന ഈ ജീവിത രീതി, മനുഷ്യരുടെ ഉണ്ടായ ജീവിത രീതി, ഇത് പണ്ട് യേശുവിൻ്റെ കാലത്തേ ഉണ്ട്. മനസ്സിലായോ? അതായത് മത്തായി 27:20 ഒന്നെടുക്കാമോ? മത്തായി 27:20. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 27-ാം അധ്യായം 20-ാം വാക്യം. അവിടെ യേശു പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ ചമ്മട്ടടിയേറ്റ യേശുവിനെ പുരോഹിതന്മാർക്കും ജനത്തിനും കാണിച്ചുകൊണ്ട് പീലാത്തോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താ? മത്തായി 27:20. പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും ബറാബാസിനെ വിട്ടുതരാനും യേശുവിനെ നശിപ്പിക്കാനും ആവശ്യപ്പെടാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. 21. ദേശാധിപതി വീണ്ടും അവരോട് ചോദിച്ചു, ഇവരിൽ ആരെ വിട്ടുതരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെ, നമ്മുടെ മുമ്പിൽ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സ്വാതന്ത്ര്യമുണ്ട് ഇല്ലേ? എൻ്റെ മുമ്പിൽ ഒരു മദ്യക്കുപ്പിയുണ്ട്, ഒരു കുരിശുണ്ട് ഇല്ലേ? എൻ്റെ മുമ്പിൽ ഒരു ബറാബാസും ഉണ്ട്, ഒരു ഈശോയും ഉണ്ട്. 2 വഴികൾ എൻ്റെ മുമ്പിലുണ്ട്, സ്വാതന്ത്ര്യം. എന്നിട്ട് സ്വർഗം നിന്നോട് ചോദിക്കും, നിനക്ക് ഏതിനെ വേണം? നിനക്ക് ബറാബാസിനെയാണോ വേണ്ടേ? നിനക്ക് യേശുവിനെയാണോ വേണ്ടേ? മനസ്സിലായോ? എൻ്റെ ഇപ്പം എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. എനിക്ക് സംസാരിക്കാൻ കഴിവുള്ള, ഇപ്പം എൻ്റെ മലയാള ഭാഷയിൽ, മാതൃഭാഷയായ മലയാളത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിവുള്ള എൻ്റെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. എന്ത്? അനുഗ്രഹിക്കാനും ഉള്ള ഒരു ചോയ്സ് ഉണ്ട്, ശപിക്കാനും ഉള്ള ഒരു ചോയ്സ് ഉണ്ട് ഇല്ലേ? ശാപമെന്ന ബറാബാസും ഉണ്ട്, അനുഗ്രഹം എന്ന ഈശോയും ഉണ്ട്. ഞാൻ ഏതാ തിരഞ്ഞെടുക്കുന്നത്? മനസ്സിലായോ? പഠിക്കുന്നതിൻ്റെ മക്കളെ, നിൻ്റെ മുമ്പിൽ ഇപ്പം നിങ്ങൾക്ക് മൊബൈൽ ഫോണുണ്ടോ? ഉണ്ട്. അപ്പോൾ അന്നായ്ക്ക് മൊബൈൽ ഫോണുണ്ട്. മോളുടെ മുമ്പിൽ മൊബൈൽ ഫോണും ഉണ്ട്, മോൾക്ക് പഠിക്കാനുള്ളൊരു പുസ്തകവും ഉണ്ട്. മോൾ ഏത് തിരഞ്ഞെടുക്കും? തീരുമാനം എടുക്കണം. മനസ്സിലായോ? നിൻ്റെ തിരഞ്ഞെടുപ്പാണ് നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായോ? പലപ്പോഴും പീലാത്തോസ് ജനത്തോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ആരെ വിട്ടുതരണം? ബറാബാസ് ഇതാ നിൽക്കുന്നു, യേശു നിൽക്കുന്നു. ജനം എന്താ പറഞ്ഞത്? യേശുവിനെ വേണമെന്നാണ് പറഞ്ഞേ? നോ, ബറാബാസ്. ഞങ്ങൾക്ക് ബറാബാസിനെ മതി. ഇന്ന് പലപ്പോഴും ലോകത്തിലെ ഒരു വിഭാഗം ജനങ്ങൾ മക്കളെ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവിക വിചാരം വേണ്ട, ഈശോ വേണ്ട, കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട, ദേവാലയം വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശുദ്ധി വേണ്ട, വിശ്വാസം വേണ്ട. അവർക്ക് അതിനെല്ലാം ഓപ്പോസിറ്റ് നിൽക്കുന്ന പൈശാചികമായ എല്ലാ കൂട്ടുകെട്ടിലും മതി അവർക്ക്. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് മക്കളെ നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. നീ ചിന്തിക്കണം, എനിക്ക് ദൈവത്തെ വേണോ അതോ പിശാചിനെ വേണോ? എനിക്ക് സ്വർഗം വേണോ നരകം വേണോ? എനിക്ക് വിശുദ്ധി വേണോ അശുദ്ധി വേണോ? എനിക്ക് സമാധാനം വേണോ അസമാധാനം വേണോ? എനിക്ക് അധ്വാനം വേണോ എനിക്ക് വിശ്രമം വേണോ? മനസ്സിലായോ? ഏത് വേണോ എനിക്ക്? നമ്മൾ തീരുമാനിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. എൻ്റെ ആഗ്രഹം നിങ്ങളോട് പറയട്ടെ, നമ്മൾ തീരുമാനിക്കേണ്ടത് എപ്പോഴും ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗണങ്ങളായിരിക്കണം. ഏതാ? ഈശോ. അതിനപ്പുറം വേറൊന്നും തീരുമാനിക്കരുത്. അതിനപ്പുറം നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലോകത്തിൻ്റെ കാര്യങ്ങൾ വേണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല. വേണം. ലോകത്തിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ജീവിക്കാൻ നല്ല വീട് വേണം, വരുമാനം വേണം, ജോലി വേണം, യാത്ര ചെയ്യാൻ സാമാന്യം ചെറുതെങ്കിലും ഒരു വാഹനം വേണം, എല്ലാം നിങ്ങൾക്ക് വേണം. ഇതൊന്നും വേണ്ടെന്നല്ല, വേണം മക്കളെ, വേണം. മനസ്സിലായോ മക്കളെ? കേട്ടോ. ഫോൺ വേണം, മൊബൈൽ ഫോൺ വേണം, നിനക്ക് മൊബൈൽ ഫോൺ വേണം. മനസ്സിലായോ? പക്ഷേ ഇതിലേക്ക് മാത്രം നീ ശ്രദ്ധ കൊടുക്കരുത്. മനസ്സിലായോ? ഇതിലേക്ക് നീ ജീവിതത്തിൽ 27 മണിക്കൂറിൽ 24 മണിക്കൂർ നീ അതിലേക്ക് കൊടുക്കരുത്. ചിലർ കണ്ടിട്ടില്ലേ, പലപ്പോഴും ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് കണ്ട് ഇങ്ങനെ കണ്ടു. ചുമ്മാ ഒരു കഥയില്ല. ബോച്ച ഓടിപ്പോൾ എത്ര കിലോമീറ്റർ ഓടി ഷിംചിത ഇനി അടുത്ത എന്നാണ് വീഡിയോ ഇടുന്നത്? ഇതൊക്കെയാണ് കൂടുതൽ കാണുന്നത് ഒരു കഥയില്ലാത്ത കാര്യങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം കിട്ടിയോ? അതൊക്കെ അവരുടെ കാര്യം. ക്രിസ്ത്യാനിയെ നിൻ്റെ ഉള്ളിൽ കർത്താവ് എന്ന ഒരൊറ്റ കാര്യം മതി. അത് അച്ഛനായ ഞാനാണെങ്കിലും നമുക്ക് മൊബൈൽ ഫോൺ വേണ്ടെന്ന് ഒരിക്കലും പറയുന്നത്. വേണം, ആവശ്യമാണ്, അത്യാവശ്യമാണ്. പക്ഷേ അതിലേക്ക് ഞാൻ എൻ്റെ ജീവിതം കൊടുക്കരുത്. മനസ്സിലായോ? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വാഹനം വേണം, എല്ലാം വേണം. പക്ഷേ എൻ്റെ പൗരോഹിത്യം ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കരുത്. എൻ്റെ പൗരോഹിത്യം
എൻ്റെ പൗരോഹിത്യം ഞാൻ വചനം പറയാനും ദൈവിക കാര്യങ്ങൾ ചെയ്യാനും ജനത്തിന് കൂദാശ ചെയ്യാനും കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ പൗരോഹിത്യം നന്മയിലേക്ക് മാറുന്നത്. നിങ്ങളുടെ കുടുംബജീവിതം ചെയ്യേണ്ടത് എന്താ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഭാര്യ, ഭർത്താവ്, മക്കൾ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള മക്കളെ, നിങ്ങൾ ആ ഒരു കുടുംബത്തിനകത്ത് നിങ്ങൾ പാപത്തിൻ്റെ ഒരു സ്വാധീനം സ്വീകരിക്കരുത്, സ്വാഗതം ചെയ്യരുത്. പാപത്തിൻ്റെ ഒരു വഴിയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് തുറന്നു കൊടുക്കരുത്. ഈശോയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബം മാറ്റിവെക്കണം. നിങ്ങളുടെ സംസാരം യേശുവിനെ പോലെ ആകണം. നീ കാണുന്നത് യേശു കാണുന്നത് പോലെ കാണണം. നീ സ്നേഹിക്കുന്നത് യേശു എങ്ങനെ സ്നേഹിച്ചോ അതേപോലെ സ്നേഹിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ജീവിക്കുക. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ ജീവിക്കുക. ഈ ലോകത്തിൻ്റെ ബറാബാസുകൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് മക്കളെ. ലോകത്തിൻ്റെ ബറാബാസുകൾ കേട്ടോ. ലോകത്തിൻ്റെ ബറാബാസുകളല്ല നമുക്ക് വേണ്ടത്, ക്രിസ്തുവിനെയാണ് നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ ശുശ്രൂഷകളെ ഇവിടെ അവസാനിപ്പിക്കാം. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ദൈവത്തിലൊരു ആനന്ദം കണ്ടെത്താൻ, ദൈവത്തിൽ നിറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും സ്വർഗത്തിൽ നമുക്ക് എത്താൻ കഴിയുന്നതും. മനസ്സിലായോ? ദൈവത്തിൽ ആനന്ദം കണ്ടെത്താത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലെത്താൻ കഴിയില്ല. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ഒരു ആനന്ദത്തിൽ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. സന്തോഷത്തിൽ ജീവിക്കണം. ഞാൻ ഇന്നലെ എൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം ഞാൻ പറയാം. അതായത് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യ നാളിൽ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഞാനൊരു വണ്ടി എടുത്തു കൊടുത്തു, ഒരു സ്കൂട്ടർ. അപ്പം ഒരു വർക്ക്ഷോപ്പിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്ന ഒരു പഴയ ഒരു സ്കൂട്ടറിനെ, അപ്പോൾ എൻ്റെ ഒരു പരിചയക്കാരൻ, ആ വർക്ക്ഷോപ്പ് നടത്തുന്നൊരു എൻ്റെ പരിചയക്കാരനുണ്ട്. അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അച്ഛൻ ഒരുപാട് പൈസ തരണ്ട, ഈ വണ്ടി റിപ്പയർ ചെയ്യാൻ എത്ര രൂപയാകുമോ അത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കണക്കൂട്ടി 20,000 രൂപയായി. പെയിൻ്റൊക്കെ അടിച്ച് റിപ്പയർ ചെയ്ത് 20,000 രൂപ. അങ്ങനെ 20,000 രൂപ കൊടുത്തു. ഞാൻ ആ വണ്ടി വാങ്ങിച്ചു, പപ്പയ്ക്ക് കൊടുത്തു. ഈ ഡിസംബറിൽ ആ വണ്ടിക്ക് ടെസ്റ്റാണ്. മനസ്സിലായോ? അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ ആ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അനിയൻ്റെ ഭാര്യയെ ആ വണ്ടി പഠിപ്പിക്കാൻ നോക്കി. വണ്ടിയുടെ കുഴപ്പം കൊണ്ടാണെന്നോ അവരുടെ കുഴപ്പം കൊണ്ടാണെന്നോ അറിയത്തില്ല, വണ്ടി 4 കർണം മറിഞ്ഞ് ഇങ്ങനെ ഒരു വഴി കൂടെ പോയി. മനസ്സിലായോ? ഈ ഡിസംബറിൽ ടെസ്റ്റ്, പെയിൻ്റ് അടിച്ചിട്ട് അധികം നാൾ പോലും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താ, ഇപ്പോൾ സൂക്ഷിച്ച ഡിസംബറിൽ പെയിൻ്റ് അടിക്കാതെ വണ്ടി ടെസ്റ്റിന് കൊടുക്കാം അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇന്നലെ വീട്ടിൽ പറഞ്ഞു, ഇങ്ങനെ ഈ വണ്ടി ഞാൻ കൊണ്ടുപോവാ, കാരണം ഡിസംബറിൽ ഇതിന് ടെസ്റ്റാണ്. നിങ്ങൾ ഈ വണ്ടി കൊണ്ടുവന്ന് മറിച്ചിട്ട് അവസാനം പെയിൻ്റ് എല്ലാം കൂടെ പോയി കഴിഞ്ഞാൽ ഇനി ഡിസംബറിൽ പെയിൻ്റ് അടിക്കുക എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാനേ ഉള്ളൂ, നിങ്ങൾ ആരും തുടത്തില്ലെന്ന് എനിക്കറിയാം, ഞാനേ ഉള്ളൂ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഈ വണ്ടി ഞാൻ കൊണ്ടുപോവാം കേട്ടോ. ഇങ്ങനെ പറഞ്ഞു. ആ സമയത്താണ് ഞാനിത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേരുള്ളവരെ, ഞാൻ ഇന്നലെ വന്നത് എൻ്റെ വണ്ടിയിൽ തന്നെ. കാരണം ഞാനിത് ഒരുങ്ങി വന്നപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നത്. അതായത് നീ പറയുകയുടെ കർത്താവിൽ ആനന്ദം കണ്ടെത്തണമെന്ന് പറഞ്ഞ നീ ഈ ലോകത്തിൻ്റെ വസ്തുവിലേക്കാണോ ഇപ്പോഴും നോക്കുന്നത്? മനസ്സിലായോ? നിൻ്റെ വാക്കിന് വിലയില്ലേ? ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വരുക. ഞാൻ ആ വണ്ടി അവിടെ വെച്ചിട്ട് അവർ കൊണ്ട് മറിച്ചിടുകയോ ഇനി ഉരുട്ടിക്കളിക്കുകയോ കത്തിച്ച് കളയോ എന്തോ ചെയ്തോട്ടെ, ഞാനവിടെ വണ്ടി വെച്ചിട്ട് ഞാനിങ്ങി പോകുന്നു. ഹല്ലേലൂയ. അതാ പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ, ദൈവത്തിലൊരു ആനന്ദം കണ്ടോ. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഡിസംബർ ആകുമ്പോൾ തമ്പുരാൻ എവിടുന്നെങ്കിലും വഴി കാണിച്ചു തരും. എൻ്റെ 5 വർഷത്തെ അനുഭവം ഞാൻ പറയാം. എനിക്ക് കുറച്ച് കൂടുതൽ പൈസയ്ക്ക് ആവശ്യം വരുന്ന ഒരു സമയം വരുമ്പോൾ, ആ സമയം ഏതാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ആകെ അറിയുന്നത് ഇൻഷുറൻസിൻ്റെ സമയമാണ്. പക്ഷേ ആ ഒരു സമയം അടുക്കാറാകുമ്പോൾ തമ്പുരാൻ എനിക്ക് വചന ശുശ്രൂഷ ഒരുക്കി തരും. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന കാര്യമാണ്. ഇപ്പോഴെനിക്ക് വചന ശുശ്രൂഷയില്ല. ഇപ്പം ഞാൻ ഒരു 3 മാസമായിട്ട് ഞാൻ ദേവാലയം ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയിട്ടില്ല. 3 മാസമായി ഒരു പള്ളിയിലും പ്രസംഗിക്കാൻ പോയിട്ടില്ല. 3 മാസമായിട്ട് എനിക്ക് വചന ശുശ്രൂഷയില്ല. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു അധിക ചിലവ് വരുന്ന ഒരു സമയം ആകുന്ന ആ ഒരു അടുക്കുന്ന സമയത്ത് കർത്താവ് എന്നെ ഒരുപാട് പള്ളികൾ വചന ശുശ്രൂഷയ്ക്ക് വിടും. പക്ഷേ ആ സമയത്തിന് മക്കളെ, തമ്പുരാൻ എവിടുന്നെങ്കിലും ഒരു 3-4 പള്ളി എനിക്ക് ഒരുക്കി തരും വചനം പറയാൻ. ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന TA, മനസ്സിലായോ? TA ഞാൻ ഒരിക്കലും TA ചോദിച്ചു വാങ്ങാറില്ല. അവർ എത്രയാണെന്ന് എനിക്ക് തരുന്നത് അത് ഞാൻ വാങ്ങിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ആ TA കൃത്യം എനിക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അത്രയും തന്നെ കാണും. ഇതെൻ്റെ 5 വർഷത്തെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ 5 വർഷത്തെ
ഇത് ഒരുപാടുണ്ട്, 100,000 അനുഭവങ്ങൾ എൻ്റെ പൗരത്വ ജീവിതത്തിലുണ്ടായി. ഞാൻ ഇതെല്ലാം കൂടെ പറയുന്നത് പലപ്പോഴും എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ എന്നെ തന്നെ പൊക്കി പറയുന്നു എന്നൊരു സംസാരം എനിക്ക് എനിക്കുണ്ട്, മനസ്സിലായി. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് പറയാം, മക്കൾ ഒറ്റ ഉത്തരേ ഉള്ളൂ നിങ്ങളോട് ഞാൻ പറയുന്നത്, തമ്പുരാനോടുള്ള ആനന്ദത്തിൽ സന്തോഷത്തിൽ നീ ജീവിക്കുക. ആനന്ദത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക. ദൈവവചനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ പാളിപ്പോ, എന്നാലും ശ്രമിക്കുക. ദൈവവചനനുസരിച്ച് ജീവിക്കുക, പാപം ചെയ്ത കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക, ബാക്കി തമ്പുരാൻ നോക്കിക്കോളൂ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. നമുക്ക് തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആരാധന, ഒരു 10 മിനിറ്റ് ആരാധന അത്രയേ ഉള്ളൂ. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം.